പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ട ഡിസംബർ 2 ചൊവ്വാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ,
അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷിതം നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതവും കൃപാവര മുന്നേറ്റവും അതിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓർമ്മയാണ്. ഓർമ്മയുണ്ടെങ്കിൽ ക്രിസ്ത്യ ജീവിതം കൃപാവര മുന്നേറ്റവും നടക്കും. ഓർമ്മയാണ് ഇതിൻ്റെ മെയിൻ സംഭവം. എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ കോമയിലാണ്, അയാൾക്ക് ഓർമ്മയിലെന്ന് പറയുന്ന ആ ഓർമ്മയല്ല. രണ്ട് തരം ഓർമ്മകൾ, ആത്മീയ ഓർമ്മകളുണ്ട്. രണ്ട് തരം ആത്മീയ ഓർമ്മകളുണ്ട്. ഒന്ന്, നമുക്ക് ഈശോനെക്കുറിച്ചുള്ള ഓർമ്മകൾ. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള ഓർമ്മകൾ. പക്ഷെ ഇത് ചിലപ്പോൾ രണ്ട് ഫംഗ്ഷനായി മാറും. ഇപ്പം ഈ ഉദാഹരണത്തിന് നമുക്ക് ഈശോയെക്കുറിച്ച് ഓർമ്മ വേണമെങ്കിൽ നമുക്ക് എളുപ്പമാണ്. എന്താണ്? പരിശുദ്ധ കുർബാന ഭക്തിയോടെ അർപ്പിച്ചാൽ മതി. അപ്പം നമുക്ക് ഈശോയെക്കുറിച്ച് ഓർക്കാൻ പറ്റും. അതിൽ ഈശോ എന്താ പറഞ്ഞത്? ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. ലൂക്ക 22:19. പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത് വല്ലാത്ത ഒരു സംഭവമാണ്. പെസഹ രഹസ്യത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട മുഴുവൻ കൃപയുടെ മഞ്ഞിലൂടെ നമ്മൾ ഒരു അഭിഷിക്തമായ ഹൃദയത്തോടെ കൃപയുടെ സ്നിഗ്ധമായ ആത്മാവോടെ നമ്മൾ ഒരു പെസഹായിലൂടെ പോവുകയാണ്. കൃപയുടെ സ്നാനത്തിലൂടെ പോവുകയാണ്. വല്ലാത്ത ഓർമ്മ. പക്ഷേ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ലിറ്റർജി വളരെ ശ്രദ്ധയോടെ ഓൺ ചെയ്ത് അതിൻ്റെ ഫീല്, എൻ്റെ ഓരോ പ്രാർത്ഥനകളെ, ഓരോ കുർബാന, ഓരോ രീതിയിലുള്ള കുർബാനയില്ലേ, എല്ലാ കുർബാനയും നിനക്ക് ഹൃദ്യമാകണം. അല്ല എൻ്റെ രീതിയിൽ കൂടെ കുർബാന അർപ്പിച്ചാൽ മാത്രമേ എനിക്ക് ഫീലാകത്തുള്ളൂ. പെസഹ രഹസ്യം എല്ലായിടത്തും ഒരുപോലെയാണ്. ദൈവസ്നേഹമുള്ളവൻ ഏത് കുർബാന കൂടിയാലും ആ പെസഹ രഹസ്യം സെയിം ആയതുകൊണ്ട് അവന് ആന്തരികമായ അഭിഷേകം ഉണ്ടാകും. ചിലടത്ത് പാട്ടൊക്കെ വ്യത്യാസം ഉണ്ടാകും. ഭക്തിയല്ലല്ലോ നമുക്ക് കർത്താവുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ടാക്കുന്നത്. അതൊരു ഉപകരണമാണ്. അതെന്താണ്? ഒരു മീൻസാണ്, നോട്ട് എൻഡ്. അതൊരു മീൻസാണ്, അത്രേ ഉള്ളൂ. ഭക്തിയും മറ്റു അനുഷ്ഠാന ക്രമങ്ങളെല്ലാം ഒരു മാർഗങ്ങളാണ്, ലക്ഷ്യമല്ല. ലക്ഷ്യം എന്താണ്? ക്രിസ്തുവുമായിട്ടുള്ള സംയോഗമാണ് വിഷയം. അത് സംഭവിക്കുന്നത് ഓർമ്മയിലൂടെയാണ്. ഇപ്പോൾ ഒരു അനാഡംബരമായിട്ട് കുർബാന അർപ്പിച്ചാലും കുർബാന കൂടുന്നവന് ബോധമുണ്ടെങ്കിൽ അതിന് അഭിഷേകം ഉണ്ടാകും. ഇപ്പം നമ്മുടെ അഭിഷേകം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഫാരാഫ്രണിയാലിയാസിലും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ വൈസ് അതൊക്കെ മനോഹരമായിട്ട് ചെയ്ത നല്ലതാണ്. ഏകാഗ്രതയോടെ ചെയ്യണം. ഏകാഗ്രത പോകരുത് ഒരിക്കലും. പിന്നെ ഒരു കലാരൂപമായിട്ട് തോന്നുകയും ചെയ്തു. മറിച്ച് കർത്താവ് തൻ്റെ ജീവൻ ചൊരിഞ്ഞ ദൈവത്തെ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ആണല്ലേ. ദൈവത്തെ ചെയ്യാവുന്നൊരു മാക്സിമമാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ഉള്ള ആണ് നമുക്ക് അതിൻ്റെ നിന്ന് അഭിഷേകമായിട്ട് മാറുന്നത്. ഓർമ്മയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സ്നേഹമാണ്. ദൈവസ്നേഹം ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ കൂടെയാണ് ശക്തി വരുന്നത്.
ഒരു വ്യക്തിക്ക് അവൻ എംപവർ ആൻഡ് ആംഡ് ആകണം. അങ്ങനെയാണ്. അതാണ് കുർബാനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇൻറ്റിമസിയൊക്കെ ഉണ്ട്, ഇൻറ്റിമസി, പക്ഷേ എംപവറിങ് ആണ്. വെച്ചാൽ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഏത് കാലാവസ്ഥയിലും അടരാടാനുള്ള പവറാണ്. ക്രിസ്തുവിനെ പോലെ അപ്പോസ്തലന്മാരെ പോലെ പിതാവിൻ്റെ ഇഷ്ടം ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ത്രില്ലാണ് കുർബാനയുടെ. അതാണ് വേണ്ടത്. അല്ലാതെ ഒരു കുർബാന കൂടി കുറേ കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞു, മാളെ കെട്ടിക്കണ കാര്യം പറഞ്ഞു, ആട് ചന പിടിക്കണ കാര്യം പറഞ്ഞു. വാട്ട് നോൺ സെൻസ്. ഇപ്പം ഇനി കാര്യം എന്താ, ഇപ്പം ഇത് ഒരു കാലത്ത് നോൺ സെൻസ് അല്ലായിരുന്നു. കാര്യം നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്ക് അതൊക്കെ പറയാൻ പറ്റുന്നില്ല. ഇന്നങ്ങനെയല്ല. ഇന്നെല്ലാവർക്കും ഏറെക്കുറെ എല്ലാം അറിയാം. ഒത്തിരിയേറെ ട്രെയിൻഡാണ് നമ്മൾ. അപ്പോൾ ഇനിയെങ്കിലും കുർബാനയെ ആ ഓർമ്മ ആചരിക്കുമ്പോൾ അതിൽ നിൻ്റെ ആത്മാവും അന്തരംഗവും ഉണ്ടാകണം. അത് കർത്താവിന് നമ്മൾ ഓർക്കുന്ന കാര്യമാണ്. ഇനി നമ്മളെ കർത്താവ് ഓർക്കണത് അത് വേറെ വിഷയമാണ്. ആ നമ്മളെ കർത്താവ് ഓർക്കണമെങ്കിൽ അൾത്താറയിൽ അനുഷ്ഠിച്ചാൽ മാത്രം പോരാ. അൾത്താറയിൽ അനുഷ്ഠിച്ച ദിവ്യരഹസ്യങ്ങളെ തെരുവിൽ സാക്ഷ്യമായി ജീവിക്കണം. അത് മനുഷ്യരുടെ മുമ്പിൽ തന്നെ വേണം, അല്ല രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് ഓർത്ത ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ പേരെന്നാ, ബethനിയിലെ മറിയമല്ലേ. അവർക്ക് ആര് ഓർക്കുമ്പോൾ നമുക്ക് ഹൃദയം തടസ്സിക്കും. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അവർ ഈ നാർദൻ സുഗന്ധ തൈലം എടുത്ത് തുറന്നപ്പോൾ തന്നെ ഈ കുശുകുശിപ്പും പെറുപെറുപ്പും തോന്നിവാസവും അവളെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ദൈവത്തെ പേടിയില്ലാത്തവരുണ്ടല്ല, യൂദാസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ല, അത് എക്കാലത്തും ഉണ്ടാവും. ദൈവത്തെ പേടിയില്ലാത്തവർ അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്കെതിരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. വലിയ പള്ളികളെ വെക്കുന്നതിനെക്കുറിച്ചൊക്കെ അവൻ സംസാരിക്കും. അത് പാവപ്പെട്ടവർക്ക് പെണ്ണ് വീട് വെക്കാൻ തന്നെ ചോദിക്കും. ചുമ്മാ അവനൊരു കള്ളനായിരുന്നത് കൊണ്ടും അതിൽ നിന്ന് എടുത്തതിരുന്നത് കൊണ്ടുമാണ് അവനങ്ങനെ ചോദിച്ചതെന്ന് അദ്ദേഹം പറയുന്നത്. ആ ഒരു അവസ്ഥയിൽ ഇന്നുകൊണ്ട് ആൾക്കാർ ദൈവകുർബാന ഇരിക്കുന്നത്. ഞാനാണെങ്കിൽ എപ്പോഴും ഓർക്കും, ഞാൻ ഒരു പള്ളി വെച്ചിട്ടുണ്ട്, ഒരു സാധാരണ പള്ളിയാണ് വെച്ചിരിക്കണം. ഞങ്ങൾ ചെറിയ ഇടവക്കാരായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ എന്നാലും എനിക്ക് അൾത്താറയോ ഞാൻ ഒരാളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. കാര്യം അൾത്താരയ്ക്ക് ഒരു 10-20 ലക്ഷം 15 ലക്ഷം രൂപയെങ്കിലും വേണം. ഞാനൊരാളെ ചെന്ന് കണ്ട് സംസാരിച്ചു, എനിക്ക് അൾത്താര ചെയ്ത് തരണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? അൾത്താര ഈശോ ഇരിക്കുന്ന സ്ഥലമാണ്. ആ കാശെടുത്ത് പെണ്ണ് കെട്ടിച്ചില്ലേ, ആ കാശെടുത്ത് പാവത്തൊക്കെ വീട് വെച്ച് കൊടുത്തില്ലെന്ന് കഴിഞ്ഞാൽ ദൈവമായിട്ട് ബന്ധമില്ലാത്തതാണ്. അത് ഇല്ലാത്ത ആൾക്കാരങ്ങനെ പറയും ഒത്തിരി കാര്യങ്ങൾ. ദൈവം ആരാണെന്നും കുർബാനയിൽ ആരാണ് ഇരിക്കണത്, ആരാണ് ഉള്ളതെന്നൊക്കെ അറിയാവുന്നവൻ അങ്ങനെ സംസാരിക്കത്തില്ല. അറിയില്ലാത്തത് അങ്ങനെ സംസാരിക്കും. അവൻ ആൾക്കാരുടെ മുമ്പ് ആൾ കളിക്കാൻ വേണ്ടി വലിയ സോഷ്യലിസം പറയണതാണ്. അവൻ്റെ കയ്യിൽ നിന്ന് 5 പൈസ ആർക്കും കൊടുക്കുന്നത് വേറെ വിഷയം. അപ്പം അത് ഇനി കൊടുത്താൽ തന്നെയും ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ കൊടുക്കണം. നമ്മൾ സീസറിനുള്ളത് സീസറിന് കൊടുക്കേണ്ടതെന്നല്ല. കർത്താവിൻ്റെ ഒരു വിഷയം ദൈവത്തിനുള്ളത് നമ്മൾ എടുത്തിട്ട് നമ്മൾ സീസറിന് കൊടുക്കരുത്. എന്നാ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയണമെന്ന് കഴിഞ്ഞാൽ, ഇത് പറഞ്ഞപ്പോൾ യൂദാസ് എന്താ പറഞ്ഞത്? വൈ ദിസ് വേസ്റ്റ്? ഇത് പാവത്തങ്ങൾ കൊടുക്കാൻ പാടില്ല. എന്താ നാർദൻ സുഗന്ധ തൈലമേ 300 ധനാരക്കുള്ള ഒഴിച്ചിരിക്കണ കാലല്ലേ. അപ്പോൾ 300 ധനാര എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ കൂലിയാണ് 1 ധനാറ. ഈ യഹൂദിന് 300 ദിവസമേ ഉള്ളൊരു വർഷം, ബാക്കിയെല്ലാം 52 ശനിയാഴ്ച പോകും. 365 ദിവസത്തിൽ 52 ശനിയാഴ്ച പോകും. പിന്നെ കൂടാര തിരുനാൾ, വേറെ തിരുനാളെല്ലാം കൂടി ഈ 65 ദിവസവും പോകും. പിന്നെ 300 ദിവസമേ ഉള്ളൂ. ആ 300 ദിവസം പണിയെടുത്ത മൊത്തം കാശാണ് കർത്താവിൻ്റെ പാദത്തെങ്കിൽ സുഗന്ധയിലുമായിട്ട് ഉപേക്ഷിക്കുന്നത്. ജീവൻ തിരിച്ച് കിട്ടിയിട്ടാണ് ആ കുടുംബത്തിൻ്റെ ജീവൻ തിരിച്ച് കിട്ടുന്നവർ അതിൻ്റെ അപ്പുറം ചെയ്യും. അപ്പോഴാണ് യൂദാസിനെ പോലെ ദൈവത്തെ അറിയാൻ പാടില്ലാതെ, കൂടാളത്തിൻ്റെ പോലെ ദൈവത്തെ അറിയാൻ പറ്റാത്ത കക്ഷിയാണ് അയാളുടെ ലക്ഷ്യം വേറെയാണ്. അതുകൊണ്ടാണ് ദൈവത്തെ അറിയാം. ലക്ഷ്യം വേറെയാണെങ്കിൽ ദൈവത്തെ അറിയാൻ പറ്റത്തില്ല ഒരിക്കലും. ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം അറിയാൻ പറ്റത്തില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, നീ അവളെ വിഷമിപ്പിക്കാതിരിക്കുമോ. അത് കേട്ടെ, വചനം കേട്ടെ. 10:26-11
ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. എന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കമായിട്ടാണ് ഇവൾ എന്റെ ശരീരത്തിൽ തൈലം പൂശിയത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തിൽ എവിടെയെല്ലാം അടിപൊളി ലോകത്തിൽ എവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി ഇവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കപ്പെടും. അപ്പൊ അവളെ ദൈവം ഓർക്കണ വിധം കണ്ടില്ലേ? അതായത് നമ്മൾക്ക് ദൈവം നമ്മളെ ഓർക്കുന്ന വിഷയമുണ്ട്. അതിനെന്ത് ചെയ്യാന്നറിയാവോ? അൾത്താരയ്ക്ക് വെളിയിൽ മനുഷ്യരുടെ മുമ്പിൽ പ്രതിസന്ധികളുടെ ഇടയിൽ ആക്ഷേപത്തിന് നടുവിൽ കർത്താവിനെ നമ്മൾ ശുശ്രൂഷിക്കണം. അങ്ങനെയാണെങ്കിലുണ്ടല്ല, കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ഓർമ്മ ഒരു ഒന്നൊന്നര ഓർമ്മയായിരിക്കും. ചിലർ ഭയങ്കര കുർബാന ഭക്തന്മാരായിരിക്കും, പക്ഷെ ഒരിക്കലും കുർബാനയ്ക്ക് വെളിയിൽ കർത്താവില്ല. അവർക്ക് ജീവിതത്തിലില്ല, കുടുംബത്തിലില്ല, ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. ഇപ്പം അൾത്താരയ്ക്ക് വെളിയിൽ ഇതുപോലെയുള്ള സാക്ഷ്യപ്പെടുത്തലുകളില്ലാത്ത ജീവിതമാണെങ്കിൽ നീ അൾത്താര വയറ്റിപ്പഴപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നായിരിക്കും ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഓർമ്മ പോലും ഓർമ്മയായിരിക്കത്തില്ല. ഇപ്പം രണ്ട് ഓർമ്മയാണുള്ളത്. ഒന്ന് നമ്മൾ ദൈവത്തെ ഓർക്കണം, അതാണ് പരിശുദ്ധ കുർബാന. മറ്റത് ദൈവം നമ്മളെ ഓർക്കണം, അത് മനുഷ്യരുടെ മുമ്പിൽ ആക്ഷേപത്തിൻ്റെയും അപമാനത്തിൻ്റെയും നടുവിൽ കർത്താവിനെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്.